നമസ്കാരം. നമ്മുടെ PWD മിനിസ്റ്ററുടെ പണി എന്താണെന്ന് അറിയാം. മഴക്കാലമാണ്, അറിയാമല്ലോ. കേരളത്തിൽ ഇപ്പോൾ വരുന്ന 2 മാസം കൂടി മഴയുടെ കാലാവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ റോഡിൽ പലയിടത്തും കുഴിയുണ്ട്. കുഴിയല്ല, കുഴി. ആ കുഴിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മഴ പെയ്ത കുഴി ഉണ്ടാവും, അതാണ് കുഴി ഉണ്ടാവും. ആ കുഴി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചതിന് ശേഷം PWD മന്ത്രിയുടെ ജോലി എന്താണെന്ന് അറിയാം. കുഴിയൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ അടച്ചോളും. എൻ്റെ വയറിൽ വലിയ കുഴിയുണ്ട്, ആ കുഴി എങ്ങനെ ദിവസവും അടയ്ക്കാം, അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അൽസാജിൽ പോയി ഇദ്ദേഹം ഒരു കുഴി അടച്ചു. ആ കുഴി അടച്ചത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് കണ്ടേ. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് അൽസാജ് കൺവെൻഷൻ സെന്ററിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ആ കല്യാണത്തിന്റെ കാറ്ററിംഗ് കാര്യങ്ങൾ നടത്തുന്നത് കടുവായിൽ കാറ്ററിംഗ് ആണ്. അതിന്റെ ഉടമസ്ഥൻ തൻസീറിനെ കണ്ടു. അവരുടെ കാറ്ററിംഗ് സർവീസ്, അവരുടെ ഭക്ഷണം ഒക്കെ വളരെ രുചികരമായിരുന്നു. പ്രത്യേകിച്ച് മട്ടൺ ചാപ്സ്, അതേപോലെ ലൈവ് പൊറോട്ട, വെള്ളയപ്പം, അതുപോലെ മട്ടൺ ബിരിയാണി ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. ഒരു മലബാർ ടച്ച് മട്ടൺ കറിക്കും ഒക്കെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു, നല്ല സർവീസാണ്. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതുപോലെ നല്ല ഒരു നോൺ വെജ് ഡിഷ്, അതും മലബാറും തെക്കൻ കേരളവും ഒക്കെ സംയോജിപ്പിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ്. വളരെ നന്നായിട്ടുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ, പഠിച്ചാൽ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് DK ബഷീർ കണ്ടല്ലോ. എന്തൊരു ഭാഗ്യമാണ് മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം. ഒരു ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള ഒരു PWD മിനിസ്റ്ററെ കിട്ടിയിരിക്കുകയാണ്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിനെ മാറ്റി പബ്ലിക് വയർ ഡിപ്പാർട്ട്മെന്റ്. അതായത് രാവിലെ അദ്ദേഹത്തിന് കുറെ PS മാരുണ്ട്. PS മാരെയൊക്കെ വിളിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് നല്ല കല്യാണമുള്ള എവിടെ ഉണ്ടെന്ന് നോക്കാൻ പറയും. അവിടെ എല്ലാം നോക്കിയതിന് ശേഷം അതിന് ഏറ്റവും മുന്തിയ കല്യാണം നടക്കുന്നത് എവിടെയാണ്, അവിടേക്ക് അദ്ദേഹം വണ്ടി എടുത്ത് അങ്ങോട്ട് പോവുക, അവിടെ പോയി മട്ടൻ കഴിക്കുക. മട്ടൻ കഴിച്ചതിന് ശേഷം അതിനെപ്പറ്റി വ്ളോഗ് ചെയ്യുക. അതായത് PWD മിനിസ്റ്റർ നല്ല മട്ടൺ, നല്ല റൗണ്ട് പീസാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മന്തി ബിരിയാണി. വരുന്ന മാസങ്ങളിലൊക്കെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ PWDയുടെ കുയ്യൊക്കെ അടയ്ക്കാൻ അവിടെ ആളുണ്ടായിരുന്നു. ഞാൻ വേണമെന്നില്ല. ഞാൻ എൻ്റെ വയറിൻ്റെ കുയ്യ്, അത് പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് വല്ലാത്ത തരത്തിൽ ആ കുയ്യിൽ അങ്ങോട്ട് വിശപ്പ് കയറുമ്പോൾ എന്ത് ചെയ്യും, ആ കുയ്യ് അടയ്ക്കാൻ പിന്നെ നിങ്ങൾ വരും, വേറെ ആരെങ്കിലും വരാൻ പറ്റുമോ? ഞാൻ തന്നെ നോക്കട്ടെ എൻ്റെ വയറിൻ്റെ കുയ്യ് അടയ്ക്കാൻ. അങ്ങനെ പോയിരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസം അൽസാജിൽ പോയിരുന്നിട്ട് അദ്ദേഹം ഒരു മന്ത്രിയാണെന്ന് മറന്നുകൊണ്ട് ഫുഡ് വ്ളോഗിങ് ചെയ്യുകയാണ്. എല്ലാവരും എന്ത് ചെയ്യണം, നല്ല മട്ടൻ പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കടുവൈ തങ്ങൾ നിങ്ങൾ കാറ്ററിങ്ങിനെ ബന്ധപ്പെടുക എന്ന തരത്തിലൊക്കെ ഈ വാചകങ്ങൾ പറയുമ്പോൾ നമ്മുടെ മിനിസ്റ്റർമാരുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അധികാരം കിട്ടിയതിന് ശേഷമുള്ള പണി എന്താണ് നിങ്ങൾ കണ്ടല്ലേ. ഒരാൾ ഹെലികോപ്റ്റർ പിടിച്ച് അമ്മാവനെ കാണാൻ പോകുന്നു, ഹെലികോപ്റ്റർ പിടിച്ച് കല്യാണത്തിന് കർണാടകയിൽ പോകുന്നു, അതിനുശേഷം വിരുന്ന് സൽക്കാരങ്ങൾ പങ്കെടുക്കാൻ പോകുന്നു, നാട് പ്രളയത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ജുവലറി ഉദ്ഘാടനം, അതിനോടൊപ്പം തന്നെ ഫുഡ് വ്ളോഗിങ്. ഇതൊക്കെയാണ് കഴിഞ്ഞ അധികാരം കിട്ടിയിട്ടുള്ള അവരുടെ ഈ ഒരു പറയില്ലേ, ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി ഒഴിവാക്കാൻ പറ്റൂ? ബിരിയാണി വിട്ടുള്ള ഒരു കളിയും നമുക്കില്ല. നല്ല ബിരിയാണി, മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ വണ്ടിയും പിടിച്ച് ഞാൻ അവിടെ പോകും. അതാണിപ്പോൾ PWD മിനിസ്റ്ററുടെ പണി. PWD മിനിസ്റ്ററുടെ ടാറും മറ്റേ മിക്സിംഗ് ഉണ്ടല്ലോ, ആ മിക്സിംഗ് പോലെയാണ് ബിരിയാണി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. PWD മിനിസ്റ്റർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അദ്ദേഹം നമുക്ക് വീണ്ടും കാട്ടിത്തന്നിരിക്കുകയാണ്. മലയാളികൾ ആഗ്രഹിച്ച എന്തൊരു മാറ്റമാണ് നമ്മുടെ നാടിൽ. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് അൽസാജ് കൺവെൻഷൻ സെന്ററിൽ കല്യാണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ആ കല്യാണത്തിന്റെ കാറ്ററിംഗ് കാര്യങ്ങൾ നടത്തുന്നത് കടുവായിൽ കാറ്ററിംഗ് ആണ്. അതിന്റെ ഉടമസ്ഥൻ തൻസീറിനെ കണ്ടു. അവരുടെ കാറ്ററിംഗ് സർവീസ്, അവരുടെ ഭക്ഷണം ഒക്കെ വളരെ രുചികരമായിരുന്നു. പ്രത്യേകിച്ച് മട്ടൺ ചാപ്സ്, അതേപോലെ ലൈവ് പൊറോട്ട, വെള്ളയപ്പം, അതുപോലെ മട്ടൺ ബിരിയാണി ഒക്കെ വളരെ നല്ല രീതിയിലായിരുന്നു. ഒരു മലബാർ ടച്ച് മട്ടൺ കറിക്കും ഒക്കെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു, നല്ല സർവീസാണ്. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇതുപോലെ നല്ല ഒരു നോൺ വെജ് ഡിഷ്, അതും മലബാറും തെക്കൻ കേരളവും ഒക്കെ സംയോജിപ്പിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ്. വളരെ നന്നായിട്ടുണ്ട്. കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ, പഠിച്ചാൽ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് DK ബഷീർ.